ഇന്നലത്തെ ലൈവിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് അനുമോൾ ജിസയിലും ആര്യലിനും എതിരെ ഒരു അലിഗേഷൻ വെക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അലിഗേഷൻ വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആര്യനോടും ജിസയിലോടും ഒന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. ആൾ തന്നെ സ്വയം പറയുന്നുണ്ട് രണ്ടുപേർക്ക് ഫാമിലി ഉള്ളത് കൊണ്ടാണ് ഇതുവരെ ആൾ മിണ്ടായിരുന്നെന്ന്. ഇപ്പം ആ ഫാമിലി ഇല്ലേ? എനിക്ക് മനസ്സിലാവാത്ത കാര്യം അനുമോൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ജിസയിലിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നത്. കാരണം ആൾക്ക് ഇതുവരെ ഒരു കണ്ടന്റ് കിട്ടിയിട്ടില്ല. ഇതുവരെ കണ്ടന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജിസയിലിൻ്റെ പേരിൽ തന്നെ. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് അറിയാം എങ്ങനെയാണ് ആര്യനും അനുമോളും നടന്നിരുന്നത്. ഓക്കെ, ദി വർ ഗുഡ് ഫ്രണ്ട്സ്. പക്ഷേ ഇപ്പം ആര്യന് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി ജിസയിലായതുകൊണ്ട് ആളുടെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പം ഒരു നോർമലായിട്ട് ഏതൊരു പെൺകുട്ടിക്ക് തോന്നാവുന്ന ഒരു ജലസി. ആ ജലസിൽ ഇത്രത്തരം മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അനുമോളിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് ഞാൻ പറയും. രണ്ടുപേർക്കും ഒരു ഫാമിലി ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈ പറയുന്ന അനുമോൾക്കും ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു അലിഗേഷൻ വെക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു മെച്യൂരിറ്റി കാണിക്കുക. പറയുന്നത് ആദിലെ നൂറയും ഇത്രയും അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് അവർ പോലും ഇത് റിഫോം ചെയ്യാൻ വേണ്ടി അനുമോൾ 3-4 വട്ടം സംസാരിക്കും. ഇനിയിപ്പോൾ രണ്ടാമത് നടക്കാൻ പോകുന്നത് അലിഗേഷൻ വെച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും കേട്ടോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആര്യനുണ്ടായ ഒരു റിയാക്ഷൻ, അതിൽ അനുമോളിനെ ഒന്ന് തല്ലാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം നമുക്ക് ആ ക്ലിപ്പിൽ. എന്നാൽ അദ്ദേഹം തട്ടിയിട്ടുമില്ല, പക്ഷെ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇനി അനുമോൾ ഫിസിക്കൽ അസോൾട്ട് ആര്യനെ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയാത്ത ഒരു പുതപ്പിനടിയിൽ ഒരു പെണ്ണും ചെറുക്കനും കയ്യോ കാലോ അണിങ്ങുന്നതിൻ്റെ അർത്ഥം അതല്ല അവർ കിസ് ചെയ്തോ അല്ലെങ്കിൽ പുതപ്പിൽ നിന്ന് ഇങ്ങിട്ട് വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഫിറ്റ് ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ട് ഏതൊരു കുട്ടിയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളായാലും ഇങ്ങോട്ട് മാറിക്കിടക്കുന്നത് നമ്മളത് ഫിറ്റ് ചെയ്യും. അവർ കിസ് ചെയ്ത് തന്നെ അവർ രണ്ടേ സിംഗിൾ, ദേ വിൽ ബി അക്സെപ്റ്റിംഗ് ദാറ്റ് ഫാക്ട്. അതിനെ മറച്ചേക്കേണ്ട കാര്യവും ഇല്ല. എന്തായാലും നമുക്കിനി കാണാം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രതികരണം. കൂടാതെ എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറയൂ നിങ്ങളുടെ എന്താ അഭിപ്രായം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാത്തിരിക്കാം. ബൈ ബൈ.